ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മക്രോണിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ കുറച്ച് മക്രോണി എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അതായത് എന്നിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്ന തക്കാളി, വെളുത്തുള്ളി, സവോള, പിന്നെ മുട്ട, പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, അങ്ങനത്തെ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ള സാധനങ്ങളൊക്കെ മതി. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മക്രോണി ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് വറ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. ഉപ്പിട്ട് കൊടുത്താൽ നന്നായിട്ട് വേഗം വഴണ്ടി കിട്ടും. അപ്പം നന്നായിട്ട് ഇളക്കുക. അതിനെ നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒരു പരുവം എത്തുമ്പോൾ നമ്മൾ നമ്മുടെ 3 മുട്ടക്കുട്ടന്മാർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചടപടേന്ന് നമ്മൾ മുട്ടയെല്ലാം അതിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ചിക്കി ആറിഞ്ചും മൂറിഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയെടുക്കുക. മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ 2 സ്പൂൺ മുളക് പൊടി, അത് എരിവിന്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലാതെ നോർമലായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ മുളക് പൊടി ചേർത്ത് മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നന്നായിട്ടിരിക്കുന്നതെല്ലാം ചിക്കിയെടുത്ത് ഇനി നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഫൈനലി നമ്മുടെ മക്രോണി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എരിവ് എനിക്ക് കൂടുതൽ എടുത്ത് നിൽക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അനിയന് കൊടുത്തു. അവൻ പറഞ്ഞു കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ടേബിളിൽ. അതിന് ഫൈനലി നമ്മുടെ മക്രോണി ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റേതായ ഒരു കുഞ്ഞു റെസിപ്പിയാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മൾ ടീലോ ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ ഒഴിച്ച് ഷോ ഓഫ് കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ വീഡിയോയിലും ഷോ കാണിക്കലാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഒഴിച്ച് കുടിച്ച് കാണിക്കുന്നുണ്ട്. വാവായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളായിരുന്നു ഗായ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.